നമസ്കാരം. ക്രിക്കറ്റിന്റെ മലയാളത്തേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ 3 കളികളുള്ള T20 പരമ്പരയിൽ ബംഗ്ലാദേശുമായിട്ടുള്ള T20 പരമ്പരയിൽ ഫസ്റ്റ് കളി ബംഗ്ലാദേശിനെ അടിച്ചു തോൽപ്പിച്ച് 8 നിലയിൽ പൊട്ടിച്ച് ഇന്ത്യ 1-0 മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി 2 കളികളും കൂടിയുണ്ട്. നാളെ എന്ന അടുത്ത കളി തുടങ്ങും. നാളത്തെ കളിയും കൂടി ജയിച്ച് പരമ്പര ജയിക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. നേരെ മറിച്ച് ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല. ഈ പറയുന്ന എന്താണ്, ടെസ്റ്റിലെ തൊപ്പിയിട്ട് നാണം കെട്ട് തോറ്റ ഈ പറയുന്ന ബംഗ്ലാദേശ് ബംഗാൾ കടവുകളൊക്കെ ആയി വന്നു. ഇവിടെ എലിയുമായ പൂച്ച പോയിട്ട് എലി പോലും ആവാതെ അമ്മാതിരി പാടിച്ച് തൂറിച്ച് റെഡിയാക്കാണ് വിട്ടത്. ആ നാണക്കേട് ഇതിലേക്ക് എത്ര കുളിച്ചാലും തീരില്ല എന്നുള്ള രീതിയിൽ ഇന്ത്യ അടിച്ച് റൊട്ടിയാക്കി വിട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും നാളത്തെ കളി കൂടി എങ്ങനെയെങ്കിലും ഏത് വിധേനയും കളി ജയിക്കണം എന്നുള്ള ഒരു വാശിയോട് കൂടി ആയിരിക്കാം ആര് വരുന്നത്, ഉറപ്പായിട്ടും ബംഗ്ലാദേശ് വരുന്നത്. അപ്പോ അതൊന്നും നടക്കാൻ പോകുന്നില്ല. വീണ്ടും നാണം കെട്ട തോൽവിയായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്ലേയിങ്ങിനെ, അതായത് കഴിഞ്ഞ പ്ലേയിങ് ഇലവനിൽ നിന്നും എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതാണ്. അതായത് മെയിൻ സ്ട്രീം മീഡിയയിലൊക്കെ കുറെ മാറ്റങ്ങൾ വരുമുണ്ടോ, അതായത് കുറഞ്ഞത് ഒരാളെങ്കിലും മാറും എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പറയുന്ന റിപ്പോർട്ടുകൾ വരുന്നത്, വാർത്തകൾ വരുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കാം അവരുടെ അഭിപ്രായങ്ങളിൽ എങ്ങനെയായിരിക്കാം ഇന്ത്യയുടെ നാളത്തെ പ്ലേയിങ് 11 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആദ്യം നമ്മുടെ ഓപ്പണിംഗ് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയാണ്. ഇവർ രണ്ടിലും ഒരു മാറ്റവും വരാനുള്ള ഒരു ചാൻസും ഇല്ല. അതായത് സഞ്ജു സാംസൺ അറിയാലോ, കുറെ കാലങ്ങൾക്ക് ശേഷം കിട്ടുന്നുണ്ട് T20 ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു റോള് കിട്ടുന്നു. വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് അവൻ അത് നിർവഹിക്കുന്നു. അല്ല ക്ലാസിക് ഷോട്ടുകൾ പറത്തിക്കൊണ്ട് എന്ത് ചെയ്ത് തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിപ്പുണ്ട് ഈ പറയുന്ന സഞ്ജു സാംസൺ. അടുത്ത് നമ്മൾ അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മ നമുക്കറിയാം കൂടുതൽ റൺസ് ഒന്നും അടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വലിയ ഒരു വിസ്ഫോടനപരമായിട്ടുള്ള തുടക്കമാണ് ഇന്ത്യക്ക് T20 കൊണ്ടുവരുന്നത്. ഒരിക്കലും ഈ പറയുന്ന അഭിഷേക് ശർമ്മയെ മാറ്റി നിർത്താനുള്ള ഒരു വഴിയും കാണില്ല. പിന്നെ വരുന്നത് സ്കൈ ആണ്, ക്യാപ്റ്റനും കൂടിയാണ്. നമുക്കറിയില്ല, ലോകത്തിലെ നമ്പർ 1 T20 പ്ലെയറും കൂടിയാണ്. ഒരു കാരണവശാലും മാറാൻ പോകുന്നില്ല. പിന്നീടുള്ളത് ഹാർദിക് പാണ്ഡ്യയാണ്. ഹാർദിക് പാണ്ഡ്യ മാറാൻ പോകുന്നില്ല. അതിനുശേഷം നിതീഷ് കുമാർ എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ വട്ടം ഡെബ്യൂ ആയിരുന്നു നിതീഷ് കുമാറിന്റെ. ബൗളിംഗ് നല്ല രീതിയിൽ ചെയ്തു, പക്ഷെ വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ബാറ്റിംഗിൽ നോട്ട് ഔട്ട് ആയിട്ട് അവസാനം വരെ എനിക്ക് 16 റൺസ് എന്തോ അടിച്ചു, വലിയ കുഴപ്പമില്ലാതെ. നിതീഷ് കുമാറിനെയും മാറ്റാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം അവന്റെ ഫസ്റ്റ് കളിയായിരുന്നു, വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കളിയിൽ പിന്നീട് അരങ്ങേറ്റം കുറിച്ച് രണ്ടാമത്തെ കളിയിൽ ഒരു തെറ്റും ചെയ്യാതെ മാറ്റി നിർത്താനുള്ള ഒരു കാരണം അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറും നാളത്തെ കളിയിൽ കളിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിനുശേഷം വരുന്നത് റിങ്കു സിംഗിനെ കളിക്കാൻ ബാറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റിങ്കു സിംഗിനെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നത്. അപ്പൊ റിങ്കു സിംഗ് അവിടെ ഉണ്ടാവും. പിന്നെ വരുന്നത് റിയാൻ പരാഗിന്റെ കേസ്. റിയാൻ പരാഗ് ഒരു പാർട്ട് ടൈം ബൗളറും കൂടിയാണ്, ബാറ്റ്സ്മാനും കൂടിയാണ് അല്ലെ. അപ്പൊ കഴിഞ്ഞ വട്ടം റിയാൻ പരാഗിന് മാത്രമാണ് ബൗളിംഗ് കൊടുക്കാത്തത്, ബാക്കി എല്ലാവർക്കും ബൗളിംഗ് കൊടുത്തു. അപ്പൊ റിയാൻ പരാഗിന് മാത്രം ബൗളിംഗ് കൊടുത്തില്ല. റിയാൻ പരാഗിനെ മാറ്റിക്കൊണ്ട് അവിടെ തിലക് വർമ്മയോ അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ രവി വിഷ്ണുവോ വരുമെന്നാണ് ഇവർ പറയുന്നത്. തിലക് വർമ്മയോ രവി വിഷ്ണുവോ ഉണ്ട്. ഹർഷിത് റാണയും കൂടി പിന്നീട് ഇരിപ്പുണ്ട്. അപ്പൊ ഹർഷിത് റാണയോ തിലക് വർമ്മയോ രവി വിഷ്ണുവോ ഇവർ ആരെങ്കിലും ഒക്കെ ചാൻസ് കൊടുക്കുമെന്നാണ് ഈ പറയുന്ന മെയിൻ സ്ട്രീമുകൾ അവകാശപ്പെടുന്നത്. പിന്നെ വന്ന വാഷിംഗ്ടൺ സുന്ദർ വിക്കറ്റ് ഒക്കെ എടുത്ത് വാഷിംഗ്ടൺ സുന്ദറിനെയും മാറ്റാനുള്ള ഒരു ചാൻസും കാണുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നോക്കുന്ന ഹർഷദീപ് സിംഗിനെ ഒരിക്കലും മാറ്റത്തില്ല. അതുപോലെ മായങ്ക് യാദവ് ഡെബ്യൂ ആയിരുന്നു കഴിഞ്ഞ കളിയിൽ, നല്ല രീതിയിൽ ബൗൾ ചെയ്ത് ഒരു വിക്കറ്റ് ഒക്കെ എടുത്തു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കളിയിലും മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമോടെ കാണാൻ ഒരിക്കലും മാറത്തുമില്ല. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി കുറെ കാലങ്ങൾക്ക് ശേഷം വരുൺ ചക്രവർത്തി തിരിച്ചു വരികയും വളരെ കിടിലമായിട്ട് ബോൾ ചെയ്യുന്നു കേട്ടോ. വരുൺ ചക്രവർത്തി നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നല്ല രീതിയിൽ ബൗൾ ചെയ്ത് ആർക്കും അവന്റെ ബൗളിംഗിന്റെ അങ്ങോട്ട് അതായത് ബംഗ്ലാദേശ് പിന്നീട് ബാറ്റ്സ്മാൻമാർക്ക് ആരും ഒരിക്കലും അവനെ റീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് അവനെ പിടിച്ചിരുന്നത്. 3 വിക്കറ്റ് ഒക്കെ എടുത്തു. അതുകൊണ്ട് തന്നെ വരുൺ ചക്രവർത്തി മാറ്റാൻ ചാൻസ് ഇല്ല. ഇതായിരിക്കും പ്ലേയിങ് 11 എന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ, എന്റെ ഒരു ലോജിക് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. ഈ കഴിഞ്ഞ പ്ലേയിങ് 11 തന്നെ ഉള്ളവരെ തന്നെ ആയിരിക്കണം പിന്നീട് അടുത്ത പ്ലേയിങ് 11 പിന്നീട് കൊണ്ടുവരാനുള്ള. കാരണം അങ്ങനെ മാറ്റിയിട്ടത് വളരെ ഒരു അൺഫെയർ ആയിരിക്കും അല്ലെ. അവരാരും കുറ്റങ്ങൾ, നമ്മുടെ കഴിഞ്ഞ കളി നോക്കുന്ന ആരും ഒരു കുറ്റവും ചെയ്യില്ല. എല്ലാവരും അവരുടെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കുറ്റം പറഞ്ഞെടുത്ത് കളയാനുള്ള ഒരു ആവശ്യവും അവിടെ ഇല്ല. ഇന്ത്യ എന്താണ് പറയുക, ഏകപക്ഷീയമായിട്ട് അടിച്ച് രാജാവിനെ പോലെയാണ് ജയിച്ചത്. അവർ അടിച്ച് കൂറിച്ച് കളഞ്ഞിട്ടാണ് ഇന്ത്യ ജയിച്ചത്. അതുകൊണ്ട് തന്നെ ആരുമില്ല, ആരെ കുറ്റം പറയും? ഒരു മനുഷ്യനെ കുറ്റം പറയാനില്ല. പിന്നീട് രണ്ടുപേരുടെ അരങ്ങേറ്റക്കാരും നല്ല രീതിയിൽ കളിച്ചു. അപ്പൊ ആരെയും കുറ്റം പറയാനും ഒന്നുമില്ല. ആരെങ്കിലും എടുത്ത് മാറണമെങ്കിൽ അത് വളരെ വലിയൊരു അനീതിയായിരിക്കും.
എന്റെ അഭിപ്രായത്തിൽ അടുത്ത കളിയും കൂടി ഒരു മാറ്റവും ഉണ്ടല്ല. കഴിഞ്ഞ പ്ലേയിങ് 11 എന്തായിരുന്നോ അവർ തന്നെയായിരിക്കും നാളെ നടക്കാൻ പോകുന്ന കളികളിലും പിന്നീട് കളിക്കുവാൻ പോകുന്നത്. നാളത്തെ കളിയും കൂടി ജയിച്ചതിനാൽ അവസാനത്തെ കളിയാണല്ലോ. അവസാനത്തെ കളി തോറ്റാലും കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവസാനത്തെ കളികളിൽ മാത്രമേ എന്തെങ്കിലും പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേയിങ് 11 ചേഞ്ച് വരാൻ ചാൻസ് ഉള്ളതാണ് എന്റെ അഭിപ്രായം. അതുമല്ല, ഇതിൽ ഏത് ചേഞ്ച് ചെയ്താലും ബംഗ്ലാദേശ് ഒരു തേങ്ങ നടക്കാൻ പോകുന്ന ബംഗാളികളെ എന്നെയൊക്കെ അടിച്ച് തൂറിപ്പിച്ചിട്ടും 3-0 നീ ഇവിടെ നാണം കെട്ട് പോകണം. അതായത് ടെസ്റ്റിലും തോറ്റ് T20യിലും തോറ്റ് നാണം കെട്ട് തൊപ്പിയിട്ട് നീ പോകുള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.